മൊട്ടത്തലയാ. കലാപരിപാടിയിൽ തടസ്സം നേരിട്ടത് ഖേദിക്കാം. അതെ, ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്റെ ഉറക്കമൊക്കെ പോയി. ആണോ? എങ്കിൽ ഇവിടെ ഉണർന്നിരുന്നോ, ഞാൻ കിടക്കാൻ പോവാ. ഇവിടെ പോ. എങ്ങോട്ടാ? ഇവിടെ ഇരിക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞിട്ടിരിക്കാം. നല്ല മൂടായിരുന്നു. ആ രാജാറാമ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണോ? എങ്കിലേ ഞാൻ സാറിന് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ. ഇനിയും കഥകളുണ്ടോ തന്റെ കൈവശം? പ്രേമിക്കുന്ന കാലത്ത് കഥകൾ കേൾക്കലായിരുന്നല്ലോ എന്റെ പ്രധാന ജോലി. തന്റെ ഈ പ്രായത്തിനകത്തുള്ള കഥകൾ മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. വെറൈറ്റി കഥയാണെങ്കിൽ പറയ്, ഞാൻ കേൾക്കാം. ഇത് കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞ കഥകൾ പോലല്ല, കല്യാണത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ കഥയാ. കഥയ്ക്ക് മുന്നേ താൻ വേറെ കഥ പറയാതെ പറയാൻ വന്ന കാര്യം പറയേ. പറയാം സർ. ഒരു പാവപ്പെട്ട വീട്ടില് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അച്ഛനും അമ്മയും ആയിരുന്നു ലോകം. ആ കുട്ടി ആരാണെന്ന് ഞാൻ പറയട്ടെ. ശ്രീലക്ഷ്മി. പ്ലീസ് സർ, മുഴുവൻ കേൾക്ക്. അതിനിടയ്ക്ക് ഒരു സംസാരിക്കല്ലേ. ഓ ശരി ശരി, പറഞ്ഞു. ഒരു ദിവസം ആ പെൺകുട്ടി തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാതിരുന്ന ഒരാളെ പരിചയപ്പെടുന്നു. പല സാഹചര്യത്തിൽ കൂടി അവര് പോലും അറിയാതെ അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ഈ ലോകത്തുള്ളതെല്ലാം മറന്ന് അവര് പരസ്പരം പ്രണയിക്കുന്നു. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും എല്ലാ തടസ്സങ്ങളും അതിരുകൾ ഭേദിച്ച് അവര് വിവാഹം കഴിച്ചു. അയാളുടെ പ്രണയം അത്രമേൽ ശക്തമായതുകൊണ്ടാവാം മരണത്തെ മുഖാമുഖം കണ്ടിട്ട് പോലും അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവരെ രണ്ടാളും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. പിന്നീട് എപ്പോഴോ അവളെ തിരിച്ചറിയുന്നു. അയാളുടെ ആദ്യ ഭാര്യയുടെ പുനർജന്മമാണ് ഇപ്പൊ കല്യാണം കഴിച്ച പെൺകുട്ടിയെന്ന്. അതെ അതെ സർ, സാർ നേരത്തെ പറഞ്ഞത് ശരിയാ. അതായത് ശ്രീലക്ഷ്മിയുടെ കഥ തന്നെയാ ഞാനിപ്പോ സാറിനോട് പറഞ്ഞത്. ഇനിയും സാറിനെ പ്രണയിച്ചു മതി വരാത്ത സാറിന്റെ ആദ്യ ഭാര്യ രാജനന്ദനയുടെ പുനർജന്മമാണ് സർ ശ്രീലക്ഷ്മി എന്ന ഞാൻ. ഞാൻ പറയുന്നത് കഥയാണെന്ന് കരുതിയ സാർ കേൾക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാതെ ഉറങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞത് കേവലം ഒരു കഥയല്ല സർ. ഒരു കാലത്ത് സാറിൻ്റെ ഭാര്യയായിരുന്ന രാജനന്ദനിയുടെയും ഇപ്പോഴത്തെ ഭാര്യ ശ്രീലക്ഷ്മിയുടെയും ജീവിതമാണ്. ഞാനും രാജനന്ദനി ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാജനന്ദനിക്ക് സംഭവിച്ചത് എനിക്കും സംഭവിക്കും എന്നല്ലാതെ വേറെ ഒരറിവും എനിക്കൊന്നിനെക്കുറിച്ചുമില്ല. അതറിഞ്ഞാലേ രാജനന്ദനിക്ക് സംഭവിച്ചതും എനിക്ക് സംഭവിക്കാനുള്ളതും എന്താണെന്ന് അറിയാൻ പറ്റൂ. അതിനാദ്യം വേണ്ടത് ആ ഡയറി എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ്. ഇപ്പോൾ അതിലെ ഓരോ അക്ഷരങ്ങൾക്കും എൻ്റെ കൂടെ ജീവന്റെ വിലയുണ്ട്. ഉടനെ കണ്ടുപിടിക്കണത്. അതേ രാത്രിയെങ്കിൽ ഈ രാത്രി.
എന്താ സാന്ദ്ര, ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ലേ? എനിക്ക് എന്തോന്ന് പ്ലാൻ മാഡം? പ്ലാനിങ്ങും അത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഓട്ടവും ഒക്കെ മാഡത്തിനല്ലേ? ആ, അതെനിക്കങ്ങ് സുഖിച്ചു കേട്ടോ. സാന്ദ്ര എന്നെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ തോറ്റുപോവേ ഉള്ളൂ മാഡം. ഓന്തിനെ പോലെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാൻ കഴിവുള്ളതുകൊണ്ട് മാഡത്തിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും അവസരം കൊടുക്കാതിരിക്കുന്നതാണ് സാന്ദ്ര നല്ലത്. പിന്നെ ഞാൻ ഓന്തിനെ പോലെ ആയതുകൊണ്ടാണ് എനിക്ക് ഈ വീട്ടിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് സാന്ദ്രയെ പോലെ പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നേനെ എനിക്കും. സാന്ദ്ര പറഞ്ഞ പോലെയാണെങ്കിൽ എനിക്ക് ഓന്തിനെ പോലെ നിറം മാറാനുള്ള കഴിവ് തന്നപ്പോ ദൈവം സാന്ദ്രയ്ക്ക് തന്നത് അരണയുടെ ബുദ്ധിയാ. അതാണ് നടന്നതൊക്കെ മറന്ന് സാന്ദ്ര ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. ഉറങ്ങാനുള്ള സമയമായിട്ടും ഞാൻ ഉറങ്ങാതെ ഓന്തിനെ കുറിച്ചും അരണയെക്കുറിച്ചും ഒക്കെ വേദാന്തം പറയുന്നത് എന്തിനാവും എന്ന് ആലോചിക്കുകയാണോ സാന്ദ്ര? എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല മാഡം. കാരണം ആർക്കും പ്രയോജനമില്ലാത്ത, അല്ലെങ്കിൽ മാഡത്തിന് മാത്രം പ്രയോജനമുള്ള ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം മാഡത്തിന് എന്നോട് പറയാനുണ്ട്. അതിനെന്റെ സഹായം വേണം. അതല്ലേ മാഡം ശരി? സോറി സാന്ദ്ര, യു മിസ്റ്റേക്ക്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാന്ദ്രയുടെ സഹായം ആവശ്യമില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതിന് സാക്ഷി. ഒരുപാട് വലിച്ചു നീട്ടാതെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കായിരുന്നു. ശരി, എങ്കിൽ പറയാം. ബ്രദർ ഇൻ ലോയുടെ ഈ സീക്രട്ട് റൂമിനെ കുറിച്ച് എന്താണ് സാന്ദ്രയ്ക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എനിക്ക് ഈ റൂമിനെ കുറിച്ച് ഒരു അറിവുമില്ല മാഡം. എന്തിന്? മാഡത്തിന് അറിയാവുന്ന അറിവുകൾ പോലും എനിക്കില്ല. എനിക്കറിയാവുന്നത് ആ റൂം ബ്രദർ ഇൻ ലോയുടെ മരിച്ചുപോയ മുൻ ഭാര്യയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന റൂമാണെന്നും അമിതമായ വിഷമം വരുമ്പോ അല്ലെങ്കിൽ രണ്ടിലൊന്നെന്ന തീരുമാനത്തിന് മാത്രം ബ്രദർ ഇൻ ലോ ആശ്രയിക്കുന്ന റൂമായിട്ടായിരുന്നു ശ്രീലക്ഷ്മി ഈ കുടുംബത്തിൽ വരുന്നത് വരെ. പക്ഷേ ശ്രീലക്ഷ്മി വന്നതിന് ശേഷം ആ റൂം അവളുടെ കൂടെ സ്വന്തമാണെന്നുള്ള ധാരണയില ഇപ്പൊ അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ശ്രീലക്ഷ്മി മാഡത്തിന് ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താ മാഡം തെറ്റ്? ചിലപ്പോ രവി സാറ് പെർമിഷൻ കൊടുത്തു കാണും. അങ്ങനെ അല്ലെങ്കിൽ തന്നെ രവി സാറിന്റേതെന്ന് പറയുന്നതെല്ലാം ഇനി ശ്രീലക്ഷ്മി മാഡത്തിന്റെ കൂടിയല്ലേ? പിന്നെ എങ്ങനെ അതൊരു ധാരണാ പിശകാവും? അവകാശമല്ലേ അത്? ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണോ ആ അവകാശബോധം ഉണ്ടാവേണ്ടത്? മാഡം, എനിക്ക് മനസ്സിലായില്ല. ആരും കാണാതെ അറിയാതെ ഒളിച്ചും പാത്തുമാണ് ശ്രീലക്ഷ്മി ആ റൂമിലേക്ക് പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന രാജനന്ദിനിയുടെ ആഭരണങ്ങൾ ആ മുറിയിലുള്ളപ്പോ പാതിരാത്രിയും ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴും ഒളിച്ചു പര്യടനം നടത്തുന്നത് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയാ സാന്ദ്രയ്ക്ക് എന്നെ കുറ്റം പറയാൻ പറ്റോ? പറ്റും. ശ്രീലക്ഷ്മി മാഡത്തെക്കുറിച്ച് രേഖ മാഡത്തിന് അറിയാത്തത് കൊണ്ടാ ഈ സംശയം തന്നെ ഉണ്ടാവാൻ കാരണം. മാഡം പറയുന്ന പോലെ ഒരുപാട് ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അല്ല അവര്. പിന്നെ ബ്രദർ ഇൻ ലോയെ പോലെ സമാധാനത്തിന് വേണ്ടി അവിടെ പോയി ഇരിക്കുന്നു എന്നാണോ സാന്ദ്ര പറഞ്ഞു വരുന്നത്? അതോ അതിനകത്ത് അവൾ ഉല്ലാസയാത്ര പോവാണോ ഇടയ്ക്കിടയ്ക്ക്? ഈ വീട്ടിൽ ആരും അറിയാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നതും വരുന്നതും ഞാൻ കണ്ടു. അതാണ് ഞാൻ നേരത്തെ സാക്ഷി എന്ന് പറഞ്ഞത്. മാഡം ഈ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ,